ചോറോട് മേൽപ്പാലത്തിന് സമീപം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായുള്ള അടിപ്പാത നിർമ്മാണം നിലച്ചിട്ട 2 മാസം പിന്നിടുന്നതോടെ ചോറോട് നിവാസികൾ വഴിയില്ലാതെ ദുരിതത്തിൽ. ചോറോടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പോകുന്ന അടിപ്പാത പൂർണ്ണമായും അടച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. 2500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണ് ഇത്തരത്തിലായിട്ടുള്ളത്. ദേശീയപാത വീതി കൂട്ടുന്നതിനനുസരിച്ച് അടിപ്പാതയുടെ വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായിരുന്നു തീരുമാനം. തുടക്കം മുതൽ പണി ഇഴഞ്ഞു നീങ്ങിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ 2 മാസമായി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. താൽക്കാലികമായി റോഡ് നിർമ്മിച്ചിരുന്നെങ്കിലും മഴ തുടങ്ങിയതോടെ ഇതുവഴി കാൽനടയാത്ര പോലും സാധ്യമല്ല. 5ഓളം സ്കൂളുകൾ, ഹെൽത്ത് സെന്ററുകൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ പാടുപെടുകയാണ് നാട്ടുകാർ. മത്സ്യത്തൊഴിലാളികൾക്കും പോകാൻ സാധിക്കുന്നില്ല. ചോറോട് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമ്മളോട് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് 4 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. കഴിഞ്ഞ 2 മാസമായി ഇവിടെ യാതൊരു വർക്കും നടക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഈ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് 5 സ്കൂളുകളും ഹെൽത്ത് സെൻറ്റർ, അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ചോമ്പാലയിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ 2500ഓളം വീടുകാരുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടുകൊണ്ട് കിലോമീറ്ററുകൾ ചുറ്റിയാണ്. ഈ സ്കൂളിലേക്ക് തന്നെ വരണമെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ചുറ്റി വരേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിൻ്റെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് ഗതാഗതം തുറന്നു വിടണം എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അടിപ്പാത നിർമ്മാണം തുടങ്ങിയപ്പോൾ മുതൽ ദേശീയപാതയിലെ ഗതാഗതവും വഴിതിരിച്ചുവിട്ടിരുന്നു. ഇതിന് സമീപം തന്നെ മണ്ണിട്ടുയർത്തി താൽക്കാലികമായി റോഡ് നിർമ്മിച്ചിരുന്നു. ഇതോടെ ടൗണിലേക്കും പോകാൻ കഴിയാതെയായി. മണ്ണിട്ടുയർത്തിയതിന്റെ നടുഭാഗം റോഡ് താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുമ്പോൾ ഇവിടെ കേടാകുകയും വഴിയിൽ കുടുങ്ങുകയും ചെയ്യുന്നതും പതിവാണ്. ഒരാഴ്ച മുൻപ് 2 തവണ ഇത്തരത്തിൽ വാഹനം കേടായതിനെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകൾ ഗതാഗത കുരുക്കായിരുന്നു. ചോറോട് പടിഞ്ഞാറ് ഭാഗം, ടൗൺ, കിഴക്ക് ഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് യാത്ര വളരെ ദുഷ്കരമാണ്. അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലിറങ്ങി ചുറ്റിക്കറങ്ങി വേണം കിഴക്ക് ഭാഗത്തുള്ളവർക്ക് ടൗണിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് അമൃതാനന്ദമയി മഠം ബസ് സ്റ്റോപ്പിലിറങ്ങി ചുറ്റിക്കറങ്ങണം. അല്ലെങ്കിൽ ചോറോട് അടിപ്പാത നിർമ്മിക്കുന്നതിന് സമീപത്തെ ബസ് സ്റ്റോപ്പിലിറങ്ങി കുരിയാടി ബീച്ചിലേക്കുള്ള റോഡ് വഴി ചുറ്റി വേണം പോകാൻ. നാഷണൽ ഹൈവേയുടെ പണി ഏകദേശം 1.5 വർഷമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 1.5 വർഷവും നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം റോഡിൻ്റെ ഈ ഒരു പൈലിങ്ങുമായി ബന്ധപ്പെട്ട് പൊടിശല്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് നാഷണൽ ഹൈവേൻ്റെ ഇപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള കുട്ടികൾ സ്കൂളിലേക്ക് എത്തിപ്പെടാൻ ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ ചുറ്റി യാത്ര ചെയ്ത് വേണം എത്താൻ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് 1ാം ക്ലാസ്സിലേക്ക് നാഷണൽ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുള്ള കുട്ടികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്, ഈ ഒരു യാത്രാ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ മുട്ടങ്ങൽ സൗത്ത് UP സ്കൂള്, അതുപോലെ തന്നെ മറ്റ് VDLP സ്കൂള്, കുരിയാടി സ്കൂള്, ഇത്രയും സ്കൂളൊക്കെ നമുക്കുണ്ട്. ഈ സ്കൂളിലേക്കൊക്കെ പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെയാണ്. ഇതിലൂടെ പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തീകരിച്ച് ഇത് ഒരു ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ചോറോട് ടൗൺ ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലുമാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ടൗണിലേക്ക് പോകാൻ വഴിയില്ലാതായതോടെ കച്ചവടവും കുറഞ്ഞു. വ്യാപാരികളും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. റോഡ് ഓവർബ്രിഡ്ജ് അടച്ചതോട് കൂടിയിട്ട് ചോറോട് ഗേറ്റിലെ കച്ചവടക്കാർ വളരെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടി വിശാലമായിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ചേന്നാകലം ഭാഗത്തു നിന്നും ടൗണിലേക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക ടൗണാണ് ചോറോട്. അവിടത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പച്ചക്കറി കടകളും മറ്റൊക്കെ തന്നെ എല്ലാം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇനിയും അത് പെട്ടെന്ന് തന്നെ ഒരു 2-3 മാസം കൊണ്ട് ഈ ഓവർബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയാക്കി അണ്ടർപാസ് ഗതാഗത യോഗ്യമാക്കി തീർത്താൽ മാത്രമേ ഈ ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ഉപജീവന മാർഗങ്ങളിലൊക്കെ തന്നെ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അത്രയും ഗൗരവമായ ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. വാഗാട് കമ്പനി എത്രയും പെട്ടെന്ന് തന്നെ ഈ ആവശ്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി തീർക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ കച്ചവടക്കാർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇതാ എത്തി ഏറാമല ബാങ്കിന്റെ സ്വാദിഷ്ടമായ മയൂരം തേങ്ങാപ്പാൽ. പരിശുദ്ധം, പോഷകസമൃദ്ധം.